അടുത്ത ടോപ്പിക്കാണ് ജെൻഡർ ഇക്വാലിറ്റി. ഓക്കെ, അതിൽ ക്വസ്റ്റ്യൻ നോക്കാം. ഇക്വാലിറ്റി മീൻസ് ഇൻ ദ സെയിം സിറ്റുവേഷൻ പീപ്പിൾ ഹാവ് ദ ഡാഷ്. ഇക്വാലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? സെയിം റൈറ്റ്സ്, സെയിം സ്റ്റാറ്റസ്, സെയിം ഓപ്പർച്യൂണിറ്റീസ് അല്ലേ? നമുക്ക് ലിംഗഭേദമന്യേ എല്ലാവരെയും തുല്യരായിട്ട് പരിഗണിക്കുക. അത് അവകാശങ്ങളാവട്ടെ, സ്റ്റാറ്റസ് ആവട്ടെ, അവസരങ്ങളാവട്ടെ, അതിനെയാണ് നമ്മൾ ഇക്വാലിറ്റി എന്ന് പറയുന്നത്, സമത്വം എന്ന് പറയുന്നത്. ഓപ്ഷൻ ടി ആണ്, ഓൾ ഓഫ് ദിസ് ആണ് ആൻസർ. അടുത്തത്, ഇറസ്പെക്റ്റീവ് ഓഫ് ദർ ജെൻഡർ ഐഡൻറ്റിറ്റീസ് ഓൾ പീപ്പിൾ മസ്റ്റ് ഹാവ് ദ സെയിം റൈറ്റ്. ദിസ് ഇസ് കോൾഡ് എന്താണ്? ജെൻഡർ ഐഡൻറ്റിറ്റി നോക്കാതെ എല്ലാവർക്കും തുല്യമായിട്ട് അവകാശങ്ങൾ നൽകുക, അതിനെയാണ് നമ്മൾ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത്. അടുത്തത്, വിമൻ ആൻഡ് മെൻ ആർ ഓഫൺ നോട്ട് പെയ്ഡ് ദ സെയിം സാലറി ഫോർ ദ സെയിം ജോബ്. ദിസ് ഇസ് നോൺ ആസ് എന്താണ്? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ സാലറി കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ പറയും വേജ് ഗ്യാപ്പ് എന്ന് പറയും. ഓക്കെ, വേജ് ഗ്യാപ്പ്. അടുത്തത്, നീന ഈസ് ബോൺ ആസ് ഡിഫറൻഷ്യലി ഏബിൾഡ്. ഹെർ ടീച്ചേഴ്സ് മസ്റ്റ് ട്രീറ്റ് ഹെർ. എങ്ങനെ ട്രീറ്റ് ചെയ്യണം? നീന ഡിഫറൻഷ്യലി ഏബിൾഡ് കുട്ടിയാണ്, ടീച്ചർമാർ എങ്ങനെയാണ് അവളെ ട്രീറ്റ് ചെയ്യേണ്ടത്? ഈക്വലി ട്രീറ്റ് ചെയ്യണം അല്ലേ? ഈക്വലി ട്രീറ്റ് ചെയ്യണം. അടുത്തത്, അനീത ആൻഡ് ഹെർ പാർട്ട്ണർ ആർ പെയ്ഡ് ദ സെയിം സാലറി ഫോർ ദ സെയിം ജോബ്. ദിസ് ഇസ് ഗുഡ് എക്സാമ്പിൾ ഫോർ ജെൻഡർ ഇക്വാലിറ്റി അല്ലേ? ജെൻഡർ ഇക്വാലിറ്റിയുടെ എക്സാമ്പിളാണ്. അടുത്തത്, ഡൈവേഴ്സിറ്റിയിലാണ്. വർക്ക് പ്ലേസ് ഇസ് എ പ്ലേസ് വെർ എംപ്ലോയീസ് ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ് ആർ ഹയർഡ് ആൻഡ് ദേ വർക്ക് ഇൻ എ സേഫ് ആൻഡ് റെസ്പെക്ട്ഫുൾ എൻവയോൺമെൻറ്റ്. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. എന്താണ്? ഒരു വർക്ക് പ്ലേസിൽ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുകയും അവരൊരുമിച്ച് വർക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു റെസ്പെക്ട്ഫുൾ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഡൈവേഴ്സിറ്റി. ഓക്കെ, ഡൈവേഴ്സിറ്റി നാനാത്വം അല്ലേ? എന്താ പറയുക, ഒരുപാട് ആൾക്കാരെ ഉള്ളത്. നമ്മളൊക്കെ പഠിച്ചിട്ടില്ലേ, ഇന്ത്യനെ കുറിച്ച് പറയുമ്പോൾ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയില്ലേ? ഓക്കെ. അടുത്തത്, പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് സെക്സ്, ജെൻഡർ, കാസ്റ്റ്, ക്ലാസ്, കൾച്ചർ, ഏജ്, ഫിസിക്കൽ അപ്പിയറൻസ്, എഡ്യൂക്കേഷൻ, എബിലിറ്റീസ് മസ്റ്റ് ഫീൽ എന്താണ്? സേഫ് ആൻഡ് റെസ്പെക്റ്റഡ്. പല സെക്സിലുള്ളതായാലും ജെൻഡർ ആയാലും കാസ്റ്റ് ആവട്ടെ ക്ലാസ് ആവട്ടെ എല്ലാവരും നമ്മൾ ഈക്വലി ആണ് അവരെ പരിഗണിക്കേണ്ടത്. അപ്പോൾ സേഫ് ആൻഡ് പ്രൊട്ടക്റ്റഡ് റെസ്പെക്റ്റഡ് ആക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. എ ഡിവേഴ്സ് വർക്ക് പ്ലേസ് ഇൻക്രീസസ്. എന്താണ്? ഒരു ഡിവേഴ്സ് വർക്ക് പ്ലേസ് ആണെങ്കിൽ അവിടെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യും അല്ലേ? എല്ലാവരും ഈക്വലായിട്ട് കാണുകയാണ്, അപ്പോൾ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ് ചെയ്യും. എഫിഷ്യൻസി. ഓക്കെ, ഓപ്ഷൻ എ. തൻവീസ് ടീം ഹാസ് മെനി ബാരിയേഴ്സ് ടു ഹാവിങ് എ ഡൈവേഴ്സ് വർക്ക് പ്ലേസ്. ദിസ് മേ ലീഡ് ടു ഡാഷ്. തൻവിയുടെ ടീം ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വർക്ക് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ദിസ് മേ ലീഡ് ടു എന്താണ്? കോൺഫ്ലിക്ട്സ് ആണ് അല്ലേ? ഡൈവേഴ്സിറ്റിയിൽ ഇൻക്ലൂഷൻ കൂടി ഇല്ലെങ്കിൽ എന്ത് വരും? കോൺഫ്ലിക്ട്സ് വരും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് 20ാമത്തെ, മീന ഈസ് നോട്ട് കംഫർട്ടബിൾ ടോക്കിംഗ് ടു ഹെർ കൊളീഗ്സ് ഇൻ ഇംഗ്ലീഷ്. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എന്തുവാണ്? അതായത് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ മീന കംഫർട്ടബിൾ അല്ല. ഇതൊരു എക്സാമ്പിളാണ്. എന്തിൻ്റെ എക്സാമ്പിളാണ്? ഒരു ബാരിയർ ആണെന്ന് മനസ്സിലാക്കുക. എന്ത് ബാരിയറാണ്? കമ്മ്യൂണിക്കേഷൻ ബാരിയർ ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ, കമ്മ്യൂണിക്കേഷൻ ബാരിയർ. അടുത്തത്, ഇൻക്ലൂഷൻ ഇൻ വർക്ക് പ്ലേസ് ആണ്. ഓക്കെ, നോക്കാം. The practice of including people with respect and empathy is called dash. മനുഷ്യരെ അല്ലെങ്കിൽ ജനങ്ങളെ ഇൻക്ലൂഡ് ചെയ്യുക, റെസ്പെക്റ്റ് കൊടുക്കുക, എംപതി കൊടുക്കുക. ആ ഒരു പ്രോസസ്സിൻ്റെ പേരെന്താണ്? പ്രാക്ടീസിൻ്റെ പേരെന്താണ്? ഇൻക്ലൂഷൻ, ഉൾപ്പെടുത്തുക അല്ലേ? ഇൻക്ലൂഷനാണ് ആൻസർ. അടുത്തത്, an inclusive environment is needed for happiness and dash at work. എന്തായിരിക്കും? ഒരു ഇൻക്ലൂസീവ് എൻവയോൺമെൻറ്റ് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യും, പിന്നെ
ഗ്രോത്ത് അറ്റ് വർക്ക് അല്ലേ, ഗ്രോത്ത് അറ്റ് വർക്ക്. അടുത്തത് ഇൻക്ലൂഷൻ ഇൻ എ വർക്ക് പ്ലേസ് ഹാപ്പൻസ് വെൻ എവരി മെമ്പർ ഓഫ് ദ കമ്പനി ഗെറ്റ് ദ സെയിം ഡാഷ് അറ്റ് വർക്ക്. ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് എപ്പോഴും സംഭവിക്കുന്നത്, ഒരു കമ്പനിയിലെ എല്ലാ മെമ്പറിനെയും ഒരേപോലെ പരിഗണിക്കണം അല്ലേ, അപ്പോൾ അവർക്ക് ഒരേപോലെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യണം, അപ്പോഴാണ് ഇൻക്ലൂഷൻ ആവുകയുള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ദ വേർഡ് ചെയർപേഴ്സൺ നീഡ്സ് ടു ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ചെയർമാൻ. ദിസ് ഇസ് എ പ്രാക്ടീസ് ഓഫ് എന്താണ്, ചെയർമാന് പകരം നമ്മൾ ചെയർപേഴ്സണും കൂടി ആക്കി കഴിഞ്ഞാൽ അത് സ്ത്രീകളെയും കൂടി ഉൾപ്പെടുത്തിയല്ലേ, അപ്പോൾ അത് ഇൻക്ലൂഷൻ്റെ ഭാഗമല്ലേ. സ്ത്രീകളെ മാത്രമല്ല, ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ്, സ്ത്രീകൾ, പുരുഷന്മാർ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തി, അപ്പോൾ അതാണ് ഇൻക്ലൂഷൻ്റെ ഭാഗമാണത്. അടുത്തത് സുബീർ വാണ്ട്സ് ടു സെലിബ്രേറ്റ് ഓൾ ഫെസ്റ്റിവൽസ് അറ്റ് ദ വർക്ക് പ്ലേസ്. ദിസ് ഷോസ് ദാറ്റ് ഹി ഈസ് ഡാഷ്. സുബീർ അവരുടെ വർക്ക് പ്ലേസിലെ എല്ലാ ഫെസ്റ്റിവൽസും ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതെന്താണ് ഷോ ചെയ്യുന്നത്, ഇൻക്ലൂസീവാണ്. ഹീസ് ഇൻക്ലൂസീവ്, എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കുക, എല്ലാ മതത്തെയും വിശ്വസിച്ച് എല്ലാവരുടെയും ആചാരങ്ങളെ നമ്മൾ ആഘോഷമാക്കുക, അതാണ് ഇൻക്ലൂസീവ് നേച്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ. അടുത്തത് ഡാഷ് ഈസ് എ സീരിയസ് ഇഷ്യൂ ദാറ്റ് അഫക്ട്സ് ആൻ ഇൻഡിവിജ്വൽസ് മെൻ്റൽ, ഇമോഷണൽ, ഫിസിക്കൽ വെൽബീയിങ് ഇൻ ദ വർക്ക് പ്ലേസ്. എന്താണ് ഡാഷ് ഇസ് എ സീരിയസ് ഇഷ്യൂ അല്ലേ, ഒരു സീരിയസ് ഇഷ്യൂ ആണ്. ഒരു ഇൻഡിവിജ്വലിനെ മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി വെൽബീയിങ് അല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് എന്ത് ഇഷ്യൂ ആണെന്നാണ് ചോദിക്കുന്നത്. സെക്ഷൽ ഹറാസ്മെൻ്റ് ആണ്, സെക്ഷൽ ഹറാസ്മെൻറ്റ്. അടുത്തത് ദ ഇന്ത്യൻ ഗവൺമെൻറ് പാസ്ഡ് ദ സെക്ഷൽ ഹറാസ്മെൻറ്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ ആൻഡ് റിഡ്രസൽ ആക്ട് ഇൻ 2013. ഇൻ സിംപ്ലർ ടേംസ് ഇറ്റ് ഈസ് കോൾഡ് എന്താണ്, സെക്ഷൽ ഹരാസ്മെൻറ്റിനെതിരെയുള്ള ഒരു ആക്ടിന് നമ്മൾ സിംപ്ലി ഇറ്റ് ഈസ് കോൾഡ് പോഷ് ആക്ട് എന്ന് പറയും, പോഷ്. അടുത്തത് ആസ് പെർ ദ പോഷ് ആക്ട് എനി വർക്ക് പ്ലേസ് ദാറ്റ് ഹാസ് 10 or more employees must constitute an dash. എന്താ ഞാൻ പറഞ്ഞു തന്നേക്കുന്നത്, എല്ലാ വർക്ക് പ്ലേസിലും പോഷ് ആക്ട് പ്രകാരം ഒരു ഇൻറ്റേർണൽ കമ്മിറ്റി കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഒരു ഇൻറ്റേർണൽ കമ്മിറ്റി കാണും. അതിനകത്ത് 10 മെമ്പർ ഉണ്ടാകും. ആ 10 മെമ്പറിൽ അതിന് മെയിൻ ഒരു ഇന്നർ കമ്മിറ്റിയിലുള്ള അത് സീനിയർ മോസ്റ്റ് പേഴ്സൺ ആയിരിക്കും, പുറത്തുനിന്ന് ഒരാളും കൂടി വേണം എന്നൊക്കെ നമ്മളൊന്ന് പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ അതാണ് ഇൻറ്റേർണൽ കമ്മിറ്റി. ഓക്കെ. അടുത്തത് സെക്ഷൽ ഹരാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ് ക്യാൻ ഹാപ്പൻ അറ്റ് ഡാഷ്. എവിടെ സെക്ഷൽ ഹരാസ്മെൻറ്റ്, വർക്ക് പ്ലേസിലെ സെക്ഷൽ ഹരാസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടാവാം. ഇറ്റ് ഹാപ്പൻസ് എവിടെ, ഓഫീസ് വാട്സപ്പ് ഗ്രൂപ്പ്, ഓഫീസ് ഓൺലൈൻ മീറ്റിംഗ്, ഓൾ ഓഫ് ദിസ്. ഓക്കെ. അപ്പോൾ സെക്ഷൽ ഹരാസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മെൻ്റലി, ഫിസിക്കലി ഒരാൾ അബ്യൂസ് ചെയ്യുക എന്നുള്ളത് ആണ്. അതെങ്ങനെ, ചിലപ്പോൾ ഫിസിക്കലി ആവാം, അല്ലെങ്കിൽ ഓൺലൈൻ ഇപ്പോൾ മീറ്റിങ്ങിൽ വഴി. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വാട്സപ്പിൽ കൂടെ ഒരു സെക്ഷലി ഇതായിട്ടുള്ള അബ്യൂസ്ഡ് ആയിട്ടുള്ളൊരു വീഡിയോസോ അല്ലെങ്കിൽ ഒരു ചാറ്റോ അല്ലെങ്കിൽ ഈവൻ ഒരു ഇമോജി അയച്ചാൽ പോലും അത് സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലുണ്ടാവുക കേട്ടോ. അപ്പോൾ ഓൾ ഓഫ് ദിസ് ആണ് ആൻസർ. അണ്ടർ പോഷ് എ വർക്ക് പ്ലേസ് ഈസ് എ ഡാഷ്. എന്താണ് പോഷിന് അണ്ടറിൽ വരും. പോഷിൻ്റെ ഒരു മാനത്തിൽ നോക്കുമ്പോൾ വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് ഓഫീസ് സ്പേസ്, വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഓഫീസ് സ്പേസ് ആവാം. ഓൾ പ്ലേസസ് വിസിറ്റഡ് ബൈ ദ എംപ്ലോയി ഫോർ ദ പർപ്പസ് ഓഫ് വർക്ക്, ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ബൈ ദ എംപ്ലോയർ, ഓൾ ഓഫ് ദിസ്. അത് പോഷ് ആക്ട് വരുന്നത് ഓഫീസ്, അത് പോഷ് ആക്ടിന് നമുക്ക് റിലീവ് അല്ലെങ്കിൽ വാല്യൂ കിട്ടുന്നത് ഓഫീസിൻ്റെ അകത്തിരുന്ന് അല്ലെങ്കിൽ ഓഫീസിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒന്നും സംഭവിക്കുക എന്നുള്ളതല്ല. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സ്ഥലമാകാം, ഓക്കെ, വർക്കിന് വേണ്ടി ട്രാവൽ ചെയ്യുന്ന സ്ഥലമാകാം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനിൽ ഇപ്പോൾ വണ്ടി, ബസ് അല്ലെങ്കിൽ കാർ അങ്ങനെയുള്ള സ്ഥലങ്ങളാകാം, ഓഫീസ് സ്പേസ് ആകാം, എന്തും ആയിക്കോട്ടെ, അവിടെ വെച്ച് എന്ത് അതിക്രമങ്ങളുണ്ടായാലും അതെല്ലാം പോഷ് ആക്ടിന് അണ്ടറാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഓൾ ഓഫ് ദിസ് ആണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. ഓൾ ഓഫ് ദിസ് ആണ് ആൻസർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷനിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.